അസ്സലാമു സൈനു കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഫുൾ ചിക്കൻ വെച്ചുള്ള ഒരു ഹനീദാനാണ്. ഈ റൈസ് ഉണ്ടാക്കുന്നതൊന്ന് കണ്ടു നോക്കാം. ഇനി ഇത് ഉണ്ടാക്കി തുടങ്ങാം. അതിനായി ഞാൻ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് ഒരു ഫുൾ ചിക്കനാണ്. ഈ ഫുൾ ചിക്കൻ നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം ഒരു ഫോർക്ക് കൊണ്ട് ഒന്ന് ഡോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്കുള്ള മസാല ഞാൻ ഇതിനു മുമ്പ് പെരുന്നാളിന് ഇട്ട വീഡിയോയിൽ നല്ല ഡീറ്റെയിൽസായി കാണിക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് മല്ലി, അതുപോലെ കുറച്ച് കുരുമുളക്, സ്പൈസസ്, പിന്നെ കാര്യമായിട്ട് എടുക്കുന്നത് നമ്മുടെ ചിക്കൻ ക്യൂബാണ്. അതിൻ്റെ ചിക്കൻ ക്യൂബ് ഞാൻ 4 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 2 സ്പൂൺ വിനാഗിരിയും കൂടി ചേർത്ത് നല്ലതുപോലെ കൈവച്ചൊന്ന് തേച്ച് പിടിപ്പിക്കാം. ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുന്നില്ല. നമ്മൾ ഈ ക്യൂബിൽ നമുക്ക് ഇടുമ്പോൾ തന്നെ ഇതിൻ്റെ ഉപ്പ് തന്നെ ഉണ്ടാവുമല്ലോ. പിന്നെ ലാസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ചോറ് വെക്കുന്ന സമയത്ത് കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ചിക്കൻ സമയമുണ്ടെങ്കിൽ നമുക്ക് 2 മണിക്കൂറൊക്കെ വെക്കട്ടെ. എനിക്ക് 1 മണിക്കൂറാണ് വെക്കാൻ പറ്റുള്ളൂ. ഇനി ഞാൻ കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇതിനായി കുറച്ച് ചിക്കൻ നല്ലതുപോലെ ക്ലീൻ ചെയ്ത് അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഉപ്പ്, മഞ്ഞൾ, മുളക് പൊടി, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഒരു നാടൻ രീതിയിലാണ് കേട്ടോ ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. വേറെ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ വേറെ ഒന്നും, കുറച്ച് കാശ്മീരി മുളകും പിന്നെ നമ്മുടെ മുളക് പൊടിയും എന്നതിന് ശേഷം ഈ കായം നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. ഇനി ഇതാ ഇപ്പോൾ നമ്മൾ ഒരു ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ചിക്കൻ ഇവിടെ ഫ്രൈ ആവുന്ന സമയം കൊണ്ട് നമുക്ക് ഫുൾ ചിക്കൻ റെഡിയാക്കിയെടുക്കാം. ചിക്കൻ കുക്കറിലാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. കുക്കറിലേക്ക് ചിക്കൻ വെച്ച് കൊടുത്തതിന് ശേഷം ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. കാരണം കുക്കറിലാവുമ്പോൾ തന്നെ വെള്ളം ഉണ്ടാവുമല്ലോ. ഇനി നമുക്ക് അടച്ച് കൊടുത്ത് വെയിറ്റ് ഇല്ലാണ്ട് തന്നെ 1 മണിക്കൂറോളം സിമ്മിലിട്ട് വേവിച്ചെടുക്കാം. കുറച്ച് വലിയ ചിക്കനാണ് കേട്ടോ, അതാണ് 1 മണിക്കൂർ. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കാനായി ഒരു ബിരിയാണി പോട്ട് വെച്ച് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കുറച്ച് സ്പൈസസും അതിൻ്റെ കൂടെ തന്നെ 3 സവോളയും 3 തക്കാളി, ഒരു വലിയ ക്യാപ്സിക്കം ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളി ചെറുതായി മുറിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ചിക്കനിലേക്ക് നിന്ന് വന്ന വെള്ളം ചേർത്ത് നമുക്ക് റൈസ് റെഡിയാക്കിയെടുക്കാം. ഞാൻ എടുത്തിട്ടുള്ളത് 4 കപ്പ് അരിയാണ് കേട്ടോ. നമ്മുടെ നല്ല നീളമുള്ള അരി തന്നെയാണ്. ഇതിലേക്ക് 6 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് ഈ അരി അതിലിട്ട് ചോറ് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലാണ് കേട്ടോ നമ്മൾ ചിക്കൻ വെച്ച് കൊടുക്കുന്നത്. അതിന് മുമ്പേ 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്ത് ഈ ചിക്കൻ ഇതിലൊന്നിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ ആരും മറക്കണ്ട. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇപ്പോൾ നല്ല അടിപൊളി റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു സർവിങ് ബൗളിലേക്ക് വിളമ്പാം. അതിൻ്റെ മുകളിൽ ഞാൻ ഈ ഫ്രൈ ചെയ്ത ചിക്കനും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരാണെങ്കിൽ ചിക്കൻ വാങ്ങിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ കഴിക്കാൻ. പിന്നെ ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട, നെയ്യൊന്നും നമുക്ക് ആവശ്യമില്ലല്ലോ. നല്ല ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഞാൻ പെരുന്നാളിന് ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനേക്കാളും വ്യത്യസ്ത രൂപത്തിലാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അതാണ് പിന്നെ നിങ്ങളുമായി ഷെയർ ചെയ്യാമെന്ന് കരുതിയത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ഫുഡ് തന്നെയാണ് കേട്ടോ. ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.